കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിലെ പിഴവിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന 1.5 വയസ്സുകാരൻ മരിച്ചു. മുഖത്ത് പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ 1.5 വയസ്സുകാരന് അനസ്തേഷ്യ നൽകിയതിനെ തുടർന്നാണ് മസ്തിഷ്കാഘാതം സംഭവിച്ചത്. CK വിജയൻ വിവരങ്ങളുമായി. വിജയൻ, വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തു എന്നും അറിയുന്നു. എന്താണ് FIR-ൽ പറയുന്നത്? എന്താണ് സംഭവിച്ചത്? FIR ഒരു പ്രാഥമിക കേസ് എന്ന നിലയിലാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 1 വയസ്സും 5 മാസവും പ്രായമുള്ള ഒരു കുട്ടി കളിക്കുന്നതിനിടെ വീണ് പരിക്കേൽക്കുന്നു. ചുണ്ടിലും കീഴ്ത്താടിയുടെ ഭാഗത്തുമായി ഒരു മുറിവേൽക്കുന്നു. ആ മുറിവിൽ ചികിത്സ തേടിയാണ് സ്വാഭാവികമായും എത്തുന്ന രീതിയിൽ ആശുപത്രിയിൽ എത്തിയത്. പിന്നീടാണ് ഈ ബേബി മെമ്മോറിയലിൽ നിന്നും ആ കുട്ടിക്ക് സ്റ്റിച്ച് ഇടണം എന്നും പറയുകയും അതിന്റെ ഭാഗമായി അനസ്തേഷ്യ നൽകുകയും ചെയ്തിരിക്കുന്നത്. ആ അനസ്തേഷ്യയിൽ നൽകിയ പിഴവാണ് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഒരു കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ കണ്ടെത്തൽ. പക്ഷെ അതോടൊപ്പം തന്നെ പറയുന്നത് ഈ അനസ്തേഷ്യ നൽകുന്നത് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ എന്ന രീതിയിൽ ഉണ്ടായ പിഴവാണ്. സത്യത്തിൽ ആ കുട്ടിക്ക് ഇത്തരത്തിൽ ഒരു സ്റ്റിച്ച് ഇടുകയോ അല്ലെങ്കിൽ ഒരു സർജറിയുടെ പ്രാഥമികമായ മറ്റ് നടപടികളോ ആവശ്യമില്ല എന്നും പകരം സ്വാഭാവികമായും ഒരു കുട്ടിയുടെ ചുണ്ടിലുണ്ടായിരുന്ന മുറിവിന് മരുന്ന് വെച്ച് കോട്ടൺ വെച്ച് പ്ലാസ്റ്റർ ചെയ്താൽ തീരുന്ന ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആശുപത്രിയുടെ അമിതമായ ധനമോഹവും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ലാഭേച്ഛയും കാരണം ഈ കുട്ടികളുടെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആകെ തന്നെ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. ഇത് നമ്മളാരും പറയുന്നതല്ല. കുട്ടിയുടെ അച്ഛന്റെ അനുജൻ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച വിവരമാണ് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ. ഏതായാലും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ കുട്ടിയുടെ മരണം ഇന്ന് വൈകിട്ടോടുകൂടി സംഭവിച്ചു. ഏതാണ്ട് 4 ദിവസത്തോളം ആ കുട്ടി വെന്റിലേറ്ററിലായിരുന്നു. കുട്ടിയുടെ അനസ്തേഷ്യ കൊടുക്കുന്നതിലേക്ക് നയിച്ച സാഹചര്യങ്ങളാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അനസ്തേഷ്യ നൽകിയ ഡോക്ടറെ പ്രതി ചേർത്താണ് ഇപ്പോഴുള്ള കേസ്.